ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം എൻ്റെ വ്യൂസിൻ്റെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്ന് ശാന്തിയും സമാധാനവും അവർക്ക് ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്. നിങ്ങളുടെ സിറ്റുവേഷനാണ് എടുക്കുന്നത്. അതിൽ നിന്നും യൂണിവേഴ്സ് നൽകുന്ന അനുഗ്രഹം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ അതിര് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചില ബന്ധനങ്ങൾ നിങ്ങൾ ചാടിക്കടക്കാൻ പോകുന്നു. ചില സാമ്പത്തിക സിറ്റുവേഷൻ നിങ്ങൾ കടന്നു പോകാൻ ശ്രമിക്കുന്നു. ചില മാനസിക ഡിപ്രഷനുകളിൽ നിന്നും നിങ്ങൾ കടന്നു പോകുവാൻ ശ്രമിക്കുന്നു. നിങ്ങളെ ഇതുവരെയും തോൽപ്പിച്ചിരുന്ന ചില സാഹചര്യത്തിൽ നിന്നും വിജയത്തിലേക്ക് കടക്കുവാൻ നിങ്ങൾ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 10 ഓഫ് വാണ്ടിൻ്റെ എനർജിയും വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളിപ്പോൾ ഈ ഒരു നിമിഷം ചുമന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് വിജയം വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 6, 18, 9, 5, 1, 16, 7, 12, 3, 10, 1. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന രാശി, ഇവിടെ എല്ലാ രാശിയും വന്നിട്ടുണ്ട്. പെൻഡിക്കിൾ, വാട്ടർ, ഫയർ, എർത്ത്. ഓക്കെ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, ലിബ്ര, അക്യൂറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപിയോ, സ്പൈസിസ്. മേടം, ചിങ്ങം, ധനു, മിഥുനം, തുലാം, കുംഭം, ഇടവം, കന്നി, മകരം, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ 6 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾ ചില സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ചില ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞു, പക്ഷേ അതിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അത് എപ്പോൾ കിട്ടും? ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി വരാത്തതിലായിരുന്നു ഇതുവരെ പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിലേക്ക് എത്തുന്നില്ല. കപ്പിനും ചുണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, പ്രാർത്ഥനയാണ്, ജഡ്ജിമെൻ്റാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സുമായിട്ട് ഹീലിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ചുറ്റുപാടും ചില വ്യക്തികളാൽ നിങ്ങൾ ഒരുപാട് മാനസിക ഡിപ്രഷനിലേക്കൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മുമ്പോട്ട് എങ്ങനെ പോകും എന്നുള്ള കാര്യത്തെ ഓർത്ത് നിങ്ങൾ യൂണിവേഴ്സിനോട് നിലവിളിക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടുന്നു, ചില വ്യക്തികളെ നിങ്ങൾ ഭയപ്പെടുന്നു, ചില സാഹചര്യത്തെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് നിലവിളിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിന്നും എന്നെ ഒന്ന് മാറ്റിത്തരണമേ എന്ന് വിചാരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുന്നതായി കാണുന്നു. ചില വ്യക്തികൾക്ക് അമ്മയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുള്ളതായി കാണുന്നു. ഓക്കെ, ഒരുപാട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നു. ചില ഗ്രഹണം ബാധിച്ചിരിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ നല്ല രീതിയിൽ കാണുന്നു. മറ്റുള്ളവരും വഴിയെ പോകുന്നവർ പോലും വന്ന് അതും ഇതും പറഞ്ഞിട്ട് നിനക്ക് നന്നായിക്കൂടെ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ട് പോകുന്ന ഒരവസ്ഥ. ആ പറയുന്നവർക്ക് പോലും യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം. എങ്കിൽ പോലും വന്ന് ഈ ഒരു സമയം മോശമായിരിക്കുന്നത് കൊണ്ട് വഴിയെ പോകുന്നവർ വന്ന് വരെ ഉപദേശിച്ച് തള്ളിക്കളയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചാരിയേറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതുവരെയും ഇത്രയും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ വട്ടം കൂടി നിന്ന് നിങ്ങളെ ആക്രമിക്കുന്ന മധ്യത്തിലേക്ക് സ്വർഗത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു ദൂതൻ വരുന്നുണ്ട്. നിങ്ങളെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും കടത്തിക്കൊണ്ട് പോകുവാൻ ദൂതൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളിലേക്ക് അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ആരംഭം കുറിക്കുവാനാണ് ഈ ദൂതൻ്റെ വരക്കം. ക്ഷണത്തിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിത്തന്നുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വിജയം വന്നു ചേരാൻ പോകുന്നു. അപ്പോൾ നഷ്ടപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വെവ്വേറെ ആയിരിക്കാം. ചില വ്യക്തികൾക്ക് സാമ്പത്തികമായിരിക്കാം, ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ആഗ്രഹിച്ച് നേടിയ ചില കാര്യങ്ങൾക്ക് ജപ്തി സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് തന്ന ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും
വിട്ടുമാറിപ്പോയിട്ടുണ്ടായിരിക്കും. അതിലെല്ലാം നിങ്ങൾക്ക് വിജയമാണ് വന്നു ചേരാൻ പോകുന്നത്. ദൂതൻ നിങ്ങളെ രക്ഷിക്കുവാൻ മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ ദൂതൻ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ചാരിയറ്റിൻ്റെ എനർജി. 5 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നഷ്ടപ്പെട്ടത് നിങ്ങളിലേക്ക് തിരികെ വരുന്ന വിജയം നിങ്ങൾക്കാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ചില ഡാർക്ക് എനർജീസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒന്നുകിൽ നിങ്ങളായിട്ട് നിങ്ങളുടെ തോട്ട് നിങ്ങളുടെ പ്രവൃത്തി കാരണം നിങ്ങളിലേക്ക് വന്നതായിരിക്കാം. അല്ലെങ്കിൽ ചില വ്യക്തികൾ മനഃപൂർവ്വമായിട്ടും നിങ്ങളുടെ ഗ്രോത്തിനെ കണ്ടുകൊണ്ട് അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരായി പ്രവർത്തിച്ച ചില നെഗറ്റീവ് എനർജികൾ, ബ്ലാക്ക് എനർജികളിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കുറേ നാളായി ചില വ്യക്തികളെ ചേസ് ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങളുടെ മാനസിക കണ്ടീഷൻ വളരെ മോശമായിട്ടും നിങ്ങൾ അതിൽ നിന്നും വിട്ടുമാറുവാൻ തയ്യാറായില്ല. അവരെ ചേസ് ചെയ്ത് പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു. അത് നിങ്ങളുടെ തോട്ടാകാനുള്ള, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ ചില നഷ്ടങ്ങളുടെ പിറകെ നിങ്ങൾ വീണ്ടും ചെല്ലുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയം നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ഒരു പുറത്ത് കടക്കലാണ് സംഭവിക്കുന്നത്. ഒരു ഹീലിംഗ് നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില അന്ധകാരങ്ങളൊക്കെ വിട്ടുപോകുന്നു, ചില നെഗറ്റീവ് തോട്ടുകളൊക്കെ വിട്ടുപോയിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കുന്നതിന് കാരണമായ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ചില വ്യക്തികൾ, ഇതെല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, ചില വ്യക്തികൾക്കുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന ചില സിറ്റുവേഷനിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മുന്നിലുള്ള പ്രതികൂലം എന്താണോ അതൊരു വലിയ കരിങ്കല്ല് പോലെ ആയിരിക്കാം. പക്ഷേ ആ കരിങ്കല്ല് മൊത്തവും ഞാൻ 5 ദിവസം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്തിട്ട് ആ കരിങ്കല്ല് മാറുന്നില്ലല്ലോ എന്നുള്ള ചിന്തക്ക് പകരം നമ്മൾ നോക്കേണ്ടത് ആ കരിങ്കല്ലിന് എന്തെങ്കിലും അനക്കം സംഭവിച്ചിട്ടുണ്ടോ, എന്നാൽ എൻ്റെ പ്രാർത്ഥന ഫലിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും പൊട്ടി അടർന്ന് വീണിട്ടുണ്ടോ, എൻ്റെ ജീവിതത്തിൽ അല്പമെങ്കിലും സമാധാനവും സന്തോഷവും എത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷിക്കുകയും നിങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആ കരിമ്പാറ 2ആയി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും അതിലൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നന്ദി പറയുക. അതിനെന്തെങ്കിലും ഒരു ഷേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലം നിങ്ങൾ തിരിച്ചറിയുമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള കാരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ഇവിടെ ജസ്റ്റിസിൻ്റെ എനർജി വന്നിരിക്കുന്നു. ചില വ്യക്തികൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു. ചില കോടതി കേസുകളിൽ കുറേ നാളായിട്ട് നിങ്ങൾ ടെൻഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കോടതി കേസുകളിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ജോലി സംബന്ധമായിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നു എന്നുള്ളതാണ്. ചില വ്യക്തികൾ നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് നിന്നിരുന്ന ചില സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നു. നിങ്ങളുടെ ബൗണ്ടറികളെല്ലാം അഴിഞ്ഞു മാറാൻ പോകുന്നു എന്നുള്ളതാണ്. കുടുംബ സംബന്ധമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില ഡിവോഴ്സ് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹം നടക്കാതെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മജീഷ്യനാണ്, സർവ്വതും നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ പല വ്യക്തികൾക്കും പോസിറ്റീവ് വന്നു ചേർന്നിരിക്കുന്നതായി കാണുന്നു. ഇവിടെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ കുറേ നാളായിട്ട് യൂണിവേഴ്സിലേക്ക് പോസിറ്റീവ് എനർജിക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഗ്രോത്ത്, ഏതെങ്കിലും സാമ്പത്തികം നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങൾക്ക് കിട്ടിയതിൽ 1 രൂപയെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ടോ? അതിൽ നമ്മൾ ശ്രദ്ധിക്കുകയും അതിൽ നന്ദി പറയുകയും ചെയ്യുക. നമ്മുടെ ഹെൽത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? നമ്മുടെ വീട്ടിൽ എക്സ്പെൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് കുറവുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. മജീഷ്യനാണ് വന്നിരിക്കുന്നത്. എന്തും നേടിയെടുക്കാനുള്ള പവർ നിങ്ങൾ കയ്യിലേക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്നു. അധികാരം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്നിരിക്കുന്ന ചില വ്യക്തികളെങ്കിലും പുറത്ത് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ഒക്കെ ഒരുപാട് ഡിപ്രഷനിൽ കൂടിയും അനങ്ങാൻ വയ്യാതെ ഇരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവസാനിച്ചു, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ശാരീരികമായും മാനസികമായിട്ടും നിങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇവിടെ മജീഷ്യനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു എനർജി കൂടി കാണും.
കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ നന്മകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സിൽ നിന്നും അധികമായി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇവിടെ ടെമ്പറൻസിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങൾ ചില കാര്യങ്ങൾ ബാലൻസ് വന്നിരിക്കുന്നു. നിങ്ങൾ ചില കാര്യങ്ങൾ സ്വയം സെൽഫ് ലവ് ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുവരെയും മറ്റുള്ളവർക്കാണ് സ്ഥാനം കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു എനർജി, സ്പിരിച്വലായിട്ട് നിങ്ങൾ കൂടുതൽ സ്ട്രെങ്ത് വന്നിരിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പലതിനും ശക്തി വർദ്ധിച്ചിരിക്കുന്നതായി കാണുന്നു. അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട് പൊരുതുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ സ്ട്രെങ്ത് എടുത്തിരിക്കുന്നതായി കാണുന്നു. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബേർഡൻ്റെ മധ്യത്തിൽ ചില വ്യക്തികൾക്ക് വിജയം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊരു വിജയം ലഭിച്ചതിൻ്റെ കാർഡാണ്. അല്ലെങ്കിൽ ഉടൻ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? വിജയമാണ് നിങ്ങളെ തേടി എത്തുന്നത്. ഓക്കെ, ഒരു പക്ഷേ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില നല്ല പോസിറ്റീവ് സൈനുകൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങളുടെ വിജയം നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. ചില കോളുകൾ, മെസ്സേജുകൾ നിങ്ങൾക്ക് തേടി എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് വിജയത്തിലേക്ക് കടക്കുവാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. അധികാരം നിങ്ങളിലേക്ക് വരുന്നു. ചില റെസ്പോൺസിബിലിറ്റി നിങ്ങളിലേക്ക് കയറി വരുന്നു. ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ജോലി നിങ്ങളിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ചില വ്യക്തികൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഭാരം ഇറക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും നാളും ചുവന്നുകൊണ്ട് വന്നിരുന്ന ആ ഭാരം, നിങ്ങളുടെ തലവേദന, നിങ്ങളത് ഇറക്കി വെച്ചിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു. സമയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിന് ഉടൻ വരുന്ന അനുഗ്രഹം എന്താണ്? എന്ത് അനുഗ്രഹമാണ് എൻ്റെ വ്യൂസിനെ തേടി ഉടൻ എത്തുന്നത്? പ്രപഞ്ചശക്തിയിൽ നിന്നും ചോദിക്കുന്നു. നീതിയാണ് നിങ്ങൾക്ക് ഉടൻ തന്നെ വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഐക്യം നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ്. ഒരു ഐശ്വര്യം നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനിലുള്ള സൊല്യൂഷൻ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അത് എന്ത് പ്രശ്നമായാലും അതിലൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ്. ജസ്റ്റിസാണ്. ഓക്കെ, ജസ്റ്റിസ് നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങൾ ചിലന്തി വലയ്ക്കുള്ളിൽ നിന്നും പുറത്തു വരാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ഭക്ഷിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില സാമ്പത്തിക ബാധ്യതകളായിരിക്കാം, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചില ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആ ചിലന്തി വലയിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഈ കാർഡ്സ് ഇവിടെ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദീദി, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങൾ തകർക്കുവാൻ ചില വ്യക്തികൾ നിങ്ങളുടെ പിന്നാലെ, നിങ്ങളുടെ അധികാരങ്ങളെ തകർക്കുവാൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുവാൻ, നിങ്ങളുടെ സാമ്പത്തിക നിലയെ തകർക്കുവാൻ, നിങ്ങളുടെ ജോലിയെ തകർക്കുവാൻ ചില വ്യക്തികൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചില നെഗറ്റീവ് വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ പിറകിൽ നിന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് നിങ്ങൾക്കൊരു ജസ്റ്റിസാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. അപ്പം ഈ ജസ്റ്റിസ് ലഭിക്കുന്നത് നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ സാമ്പത്തികത്തിൽ എവിടെയാണോ നിങ്ങളെ പിറകിൽ നിന്നും കുത്തി നിങ്ങളെ മാനസികമായി തകർത്തിട്ടിരിക്കുന്നത്, എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത്, ഇവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ജസ്റ്റിസാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് അനങ്ങാൻ വയ്യാത്തൊരവസ്ഥ, ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതയായിരിക്കാം, ജപ്തിയായിരിക്കാം, നിങ്ങൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല, സഹായിക്കാൻ ആരുമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു സൊല്യൂഷൻ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു നോസ്. ഈ ചിലന്തി വലയിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും പുറത്ത് കടക്കുവാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. അബൻഡൻസ് നിങ്ങളെ തേടി എത്തുന്നു. നീതി, വീണ്ടും ജസ്റ്റിസ് ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങളെ തേടി ജസ്റ്റിസ് വരുന്നു. നിങ്ങളെ തേടി
സാമ്പത്തിക അനുഗ്രഹം വരുന്നു. ചില വ്യക്തികളിൽ നിന്നുമുള്ള സഹായം നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത പണമായിരിക്കാം തിരികെ എത്തുന്നത്. യൂണിവേഴ്സിലേക്ക് നിങ്ങൾ എന്തൊക്കെയാണോ അയച്ചിരിക്കുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ നല്ല കാര്യമാണ് യൂണിവേഴ്സിലേക്ക് അയച്ചിരിക്കുന്നതെങ്കിൽ ആ നല്ല കാര്യം നിങ്ങളിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, നമ്മൾ കൊടുത്തത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിരിക്കും വരുന്നത്. നമ്മൾ പറഞ്ഞു വിട്ടതുപോലെ ഇരിക്കും. നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അത് നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റിസ് നിങ്ങൾക്ക് വരുന്നു. താങ്ക് യു യൂണിവേഴ്സ്. അപ്പം ഈ ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ കൂടി നിങ്ങൾ ദയവായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മുൻനിരയിൽ നിൽക്കുന്ന പല വ്യക്തികളെക്കുറിച്ചുമുള്ള ജീവിത ചരിത്രത്തെക്കുറിച്ച് നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. പലപ്പോഴും തോറ്റുപോയ വ്യക്തികളാണ് ഇന്ന് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തോമസ് ആൽവ എഡിസൺ അമ്മയുടെ ഒരൊറ്റ വാക്ക്, ഒരൊറ്റ മോട്ടിവേഷനാണ് ലോകമറിയുന്ന വ്യക്തിയായി മാറിയത്. എന്നാൽ പുറത്താക്കിയ ആ സാറിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു സ്കൂളിനെ കുറിച്ചോ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ പുറത്താക്കപ്പെട്ട അതിൽ എത്ര കുട്ടികൾ പഠിച്ചു, ഏറ്റവും ഹൈ മാർക്കോടുകൂടി പഠിച്ച ഒരു വ്യക്തികളെക്കുറിച്ചും നമ്മൾ ആരും അറിയുന്നില്ല. എന്നാൽ പുറത്താക്കപ്പെട്ട് പിൽക്കാലത്ത് ഏറ്റവും ഉയരങ്ങളിലേക്ക് ചെന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് ഇവിടെ തോമസ് ആൽവ എഡിസൺ. അവസാനമാണ് ജീവിതത്തിൽ അമ്മ മരിച്ച് അവസാനമാണ് ആ ഒരു ലെറ്റർ കിട്ടുന്നത്. ഒരിക്കലും ആ സ്കൂളിൽ പഠിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിരുന്ന ആ ഒരു ലെറ്റർ അമ്മ അതിനെ ആ വാക്കിനെ മറ്റൊരു രൂപത്തിൽ മോൻ്റെ മനസ്സിലേക്ക് കൊടുത്തു. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മകനാണ് എന്നുള്ളത്. വാക്കുകൾക്ക് അതീവ ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വാക്ക് ഒരുപാട് പ്രചോദനം നൽകി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. നിങ്ങളും വിശ്വസിക്കുക. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. താങ്ക്